ഇന്ന് ക്രഞ്ചി വേൾഡിൽ ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അതിഉഗ്രൻ ഈസി ബനാന സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് മെൽറ്റായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണേ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, അതല്ല കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇപ്പം ഇതാ നമ്മുടെ പഴം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും നമ്മുടെ പഴമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പഴമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് ഓഫ് ഷുഗർ ആട്ടോ ചേർത്തത്. ഷുഗർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറക്കാം. ഈ പഴവും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. അതിനുവേണ്ടി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഴവും പഞ്ചസാരയും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് വേറെ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇതാ നമ്മുടെ മിക്സ്ചർ റെഡിയായി. ഇനി നമുക്കിതാ ഇതുപോലെ ഉരുളയാക്കി എടുക്കാം. ഇവിടെ ഞാൻ കട്ട്ലറ്റിന്റെ ഷേപ്പ് ആക്കിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കിയെന്നേ ഉള്ളൂ. പിന്നെ നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എഗ്ഗോ മൈദ ബാറ്ററോ ഒന്നും യൂസ് ചെയ്യണില്ല. ഡയറക്റ്റായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. സാധാരണയായിട്ട് നമ്മൾ ഈ സ്നാക്സിലൊക്കെ എഗ്ഗിലോ അതല്ലെങ്കിൽ മൈദ ബാറ്ററിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് ബ്രെഡ് ക്രംസുമായിട്ട് കോട്ട് ചെയ്യല്. ഇവിടെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ഉരുളയാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ആക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ എടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വേഗം കരിഞ്ഞു പോവും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ആൾറെഡി കുക്കായിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഈസി ബനാന സ്നാക്ക് റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. ഇതിന് ഉന്നക്കായയുടെ പോലെ പഴത്തിൻ്റെ പഴുപ്പ് കൂടുന്നതോ കുറയുന്നതോ ഒന്നും ഒരു പ്രോബ്ലം അല്ല. അപ്പം നിങ്ങൾ ഇനി ഉന്നക്കായ ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട. പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് കമൻസിലൂടെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.